സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാനായിട്ട് നമ്മൾ ഓൾറെഡി ട്രെൻഡ് ലൈനും ചാർട്ടിംഗ് സ്ക്രീനറൊക്കെ ഉപയോഗിച്ച് സ്റ്റോക്സ് സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇനി ഇത് വാങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതിന്റെ ഫണ്ടമെന്റൽ അനാലിസിസ് ഒന്ന് ചെയ്യണം. ഈ ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യാനായിട്ട് ഏറ്റവും എല്ലാവരും യൂസ് ചെയ്യുന്നത് പോലെ ഞാനും യൂസ് ചെയ്യുന്ന വളരെ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒന്ന് Screener.in എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതെടുക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ന്യൂ ടാബ് എടുക്കുക, അതിൽ Screener.in കൊടുക്കുമ്പോൾ ഈ ഒരു സ്ക്രീനർ നിങ്ങൾക്ക് കിട്ടും. ഞാൻ ലോഗിൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. നിങ്ങൾ ലോഗിൻ ആയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒന്നാമത് എലൈറ്റ്കോൺ ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. അപ്പോൾ നമുക്ക് ആ സ്റ്റോക്ക് ഒന്ന് അടിച്ചു കൊടുത്തു നോക്കാം. എലൈറ്റ്കോൺ ഇന്റർനാഷണൽ ലിമിറ്റഡ് കണ്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് എടുത്തു കഴിയുമ്പോൾ തന്നെ ഇതിൽ സ്റ്റോക്സിന്റെ എല്ലാ ഡീറ്റെയിൽസും വളരെ കൃത്യമായിട്ട് കിട്ടും. ഇതിൽ ഈ ഒരു ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ്. ഇതിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ട ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ മാർക്കറ്റ് ക്യാപ്പ്. എന്താണ് മാർക്കറ്റ് ക്യാപ്പ് അഥവാ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ? വളരെ സിമ്പിൾ ആയിട്ട് മലയാളത്തിൽ പറയുകയാണെങ്കിൽ വിപണി മൂല്യം എന്ന് നമ്മൾ പറയും. ഓക്കെ, അതായത് ഓരോ കമ്പനിക്കും ഒരു മൂല്യം ഉണ്ടല്ലേ. ഇപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനി എൻ്റെ കയ്യിലുണ്ട്, എനിക്കൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് എങ്കിൽ എൻ്റെ സൂപ്പർ മാർക്കറ്റിന് എനിക്കറിയാം 10 കോടി അല്ലെങ്കിൽ ഒരു 100 കോടി വാല്യൂ ഒന്നും എൻ്റെ കമ്പനിക്ക് ഇല്ല. എൻ്റെ കമ്പനിയുടെ ഒരു ടോട്ടൽ വിപണി മൂല്യത്തെ കുറിച്ച് എനിക്കറിയാം. അതാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെച്ചിട്ടാണ് നമ്മുടെ കമ്പനി ഒരു ലാർജ് ക്യാപ് കമ്പനിയാണോ അതോ ഒരു മിഡ് ക്യാപ് ഒരു മീഡിയം ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനിയാണോ അതോ ഒരു സ്മോൾ ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനിയാണോ അല്ലയോ എന്ന് നമ്മൾ കൺഫേം ചെയ്യുന്നത്. അതായത് ഒരു 10,000 കോടിക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഒരു കമ്പനി ആണെങ്കിൽ അത് നമ്മൾ ലാർജ് ക്യാപ് ഫണ്ടുകൾ അല്ലെങ്കിൽ ലാർജ് ക്യാപ് കമ്പനികൾ എന്ന് പറയും. 10,000-ൽ കുറവും 1000-ൽ കൂടുതൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും കോടിയിലാട്ടോ, 1000 കോടിക്കോ 10,000 കോടിക്കോ താഴെ, 10,000 കോടിക്ക് താഴെയോ 1000 കോടിക്ക് മുകളിലോ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഒരു കമ്പനി ആണെങ്കിൽ അതിന് നമ്മൾ മിഡ് ക്യാപ് കമ്പനികൾ എന്നാണ് പറയുന്നത്. ഇനി 1000 കോടിക്ക് താഴെയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, ലൈക്ക് ലാക്സ് മാത്രമാണുള്ളൂ എങ്കിൽ നമ്മൾ അതിനെ സ്മോൾ ക്യാപ് ഫണ്ടുകൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ കമ്പനികളും തുടക്കം തന്നെ ലാർജ് ക്യാപ്പ് ആവുകയല്ല ചെയ്യുന്നത്. പല കമ്പനികളും സ്മോൾ ക്യാപ്പ് ഒക്കെ ആയിട്ട് വന്നിട്ടാണ് പിന്നെ വിപണി മൂല്യം കൂടി ലാർജ് ക്യാപ്പിലേക്ക് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുമ്പോൾ സ്മോൾ ക്യാപ്പ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി റിസ്ക് എലമെന്റ് അവിടെ ഉണ്ട്. പക്ഷേ റിസ്ക് എടുത്താൽ അവിടെ റിവാർഡ് നമുക്ക് കൂടുതൽ കിട്ടും. അപ്പോൾ അങ്ങനെ റിസ്ക് എടുക്കാൻ റെഡി ആയിട്ടുള്ള ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളൊരു മിഡ് ക്യാപ്പ് ആൻഡ് ലാർജ് ക്യാപ്പ് ഫണ്ടുകൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇവിടെ എലൈറ്റ്കോൺ ഇന്റർനാഷണൽ നമ്മൾ നോക്കുമ്പോൾ അതിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 61,135 കോടിയാണ്. അതായത് 10,000 കോടിക്ക് മുകളിലാണ്. തീർച്ചയായിട്ടും ഇതൊരു ലാർജ് ക്യാപ് ഫണ്ട് തന്നെയാണ്. ഇതിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 382 രൂപയാണ്. ഇനിയാണ് നമുക്ക് നോക്കണേ ഇതിന്റെ സ്റ്റോക്ക് പി എന്ന് പറയുന്നത്. എന്താണ് പി റേഷ്യോ? പി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ടു ഏണിങ്സ് റേഷ്യോ ആണ്. അതായത് കറന്റ് പ്രൈസിനെ EPS കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പി റേഷ്യോ എന്ന് പറയുന്നത്. കറന്റ് പ്രൈസിനെ EPS ഏണിംഗ് പെർ ഷെയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പി റേഷ്യോ എന്ന് പറയുന്നത്. പി റേഷ്യോ ഒരു 25 ഒക്കെ ആണെങ്കിലാണ് നമുക്ക് ഓക്കെ ആയിട്ടുള്ളൊരു പി റേഷ്യോ. അതിൽ കൂടുതലാണെങ്കിൽ മാർക്കറ്റ്, അതായത് അതിനത്ര വാല്യൂ ഒന്നും ഇല്ല, അത് ഓവർ വാല്യൂഡ് ആണ്, ഓൾറെഡി ഹൈയിൽ നിൽക്കുന്ന സ്റ്റോക്കാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ പി റേഷ്യോ എന്ന് പറയുമ്പോൾ എലൈറ്റ്കോണിന്റെ പി റേഷ്യോ ഏകദേശം 878 അപ്പോൾ പി റേഷ്യോ വളരെ കൂടിയ ഒരു സ്റ്റോക്കാണ് ഈ ഒരു എലൈറ്റ്കോൺ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത നമ്മൾ നോക്കേണ്ട ടേം എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡെപ്റ്റ് ഓൺ ഇക്വിറ്റി ആണ്. അതായത് ഡെപ്റ്റ് ഓൺ ഇക്വിറ്റി എപ്പോഴും 1-ൽ കുറവാണെങ്കിൽ ആ കമ്പനി നല്ല കമ്പനിയാണ്. ഇവിടെ 0.02 ആണ് ഡെപ്റ്റ് ഓൺ ഇക്വിറ്റി. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ചുകൂടി പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇനി ഇതിൻ്റെ പ്രോസ്, അതായത് പോസിറ്റീവ്സ് നോക്കുകയാണെങ്കിൽ കമ്പനീസ് ഓൾമോസ്റ്റ് ഡെപ്റ്റ് ഫ്രീ ആണ്. ഏകദേശം കടമൊക്കെ കുറച്ചിട്ടുണ്ട്. സ്റ്റോക്ക് ഈസ് ട്രേഡിംഗ് അറ്റ് 382 times its ബുക്ക് വാല്യൂ. പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് ഹാസ് ഡിക്രീസ്ഡ് ഓവർ ലാസ്റ്റ് ക്വാർട്ടർ. പ്രൊമോട്ടേഴ്സ് ഒരു 0.5% കുറച്ചിട്ടുണ്ട്. പക്ഷേ 0.5% വളരെ കുറവ് തന്നെയാണ്. പിന്നെ എലൈറ്റ്കോണിൻ്റെ കൂടുതൽ കോമ്പറ്റേറ്റേഴ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞത് ഈ കമ്പനികളെല്ലാം തന്നെ എലൈറ്റ്കോണിൻ്റെ കൂടുതലായിട്ടുള്ള കോമ്പറ്റേറ്റേഴ്സ് ആണ്. പക്ഷെ ഇവരുടെ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് നിൽക്കുന്ന എലൈറ്റ്കോൺ തന്നെയാണ്. ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ താഴെയാണ്. പിന്നെ ഇവരുടെ ക്വാർട്ടർലി റിസൾട്ടുകൾ നോക്കുക. അതുപോലെ തന്നെ ഈ ക്വാർട്ടർലി റിസൾട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് OPM പെർസെൻറ്റേജ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ROE റിട്ടേൺ ഓൺ ഇക്വിറ്റിയുടെ ഡീറ്റെയിൽസ് നമുക്ക് സ്ക്രീനറിൽ അവൈലബിൾ അല്ല. ROCയുടെ ഡീറ്റെയിൽസ് നമുക്ക് സ്ക്രീനറിൽ അവൈലബിൾ അല്ല. ബട്ട് ബാക്കിയെല്ലാം ഓക്കെ ആണ്, നോ ഇഷ്യൂ. പിന്നെ ഇതിൻ്റെ ചാർട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഒരൊറ്റ ഹൈക്കാണ്. പിന്നെ ഇതിൻ്റെ വോളിയം കണ്ടോ, വോളിയം വളരെ കുറവാണ്. അപ്പോൾ വോളിയം വളരെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ഒരു കൺഫർമേഷൻ ഇതിന് പറയാൻ പറ്റില്ല.
കമ്പനി ഓൾമോസ്റ്റ് ഡെപ്റ്റ് ഫ്രീ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കോൺസ് നോക്കിയാലും സ്റ്റോക്ക് ഇസ് ട്രേഡിംഗ് അറ്റ് 382 ടൈംസ് ഇറ്റ്സ് ബുക്ക് വാല്യൂ. അതുപോലെ തന്നെ പ്രൊമോട്ടേഴ്സ് അവരുടെ ഹോൾഡിങ്സ് കുറച്ചിട്ടുണ്ട്, അത് കുറച്ച് നെഗറ്റീവാണ്. പിന്നെ ഈ ഒരു ഫീൽഡിൽ ആദ്യം നിൽക്കുന്ന എലൈറ്റ്കോൺ ഇന്റർനാഷണൽ തന്നെയാണ്. അവരുടെ പിയർ, അതായത് ഈ സെയിം ബിസിനസ് ചെയ്യുന്ന ആളുകൾ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. പിന്നെ ക്വാർട്ടർലി റിസൾട്ടിൽ നിങ്ങൾ നോക്കേണ്ട OPM പെർസെൻറ്റേജ് നോക്കുക. OPM പെർസെൻറ്റേജ് നോക്കുമ്പോൾ നെഗറ്റീവിൽ നിന്നത് പിന്നെ കൂടി വന്നിട്ടുണ്ട്. പക്ഷെ അവർ വലിയ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഓപ്പറേറ്റിംഗ് മാർജിൻ പെർസെൻറ്റേജ് അവർക്ക് കിട്ടുന്നില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരുടെ സെയിൽസ് ആണ്. സെയിൽസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് സ്ക്രീനറിൽ അവൈലബിൾ അല്ല. പിന്നെ ഇവരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, അതായത് ആരൊക്കെയാണ് ഇത് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ ഷെയർ ഹോൾഡിംഗ് ഉണ്ടായിരുന്നത്. അവർ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. FIAs ഈ ഒരു 25-ൽ കുറച്ച് 38% കൂട്ടിയിട്ടുണ്ട്. അത് വളരെ നല്ലതാണ്. പബ്ലിക്കിന്റെ കയ്യിൽ വളരെ കുറവാണുള്ളത്, വളരെ കുറച്ചുള്ളൂ. ശരിക്കും പബ്ലിക്കിന്റെ കയ്യിൽ കുറഞ്ഞിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ DISന്റെ കയ്യിൽ ഈ ഒരു ഡാറ്റ കാണിക്കുന്നേ ഇല്ല. പിന്നെ ഇതിന്റെ PPT, ഇവരുടെ ആനുവൽ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ നോക്കാം. പക്ഷേ സ്വിംഗിൽ ഈ പറഞ്ഞ ഒരുപാട് ഫണ്ടമെന്റൽസ് കൂട്ടിക്കുഴയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എൻട്രി പോലും കിട്ടത്തില്ല എന്നുള്ളൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഞാൻ നോക്കിയെടുത്തോളം ഈ എലൈറ്റ്കോണിൽ FIAs എനിക്ക് ഒരു പോസിറ്റീവ് ഞാൻ കണ്ടതെന്ന് പറയുന്നത് ഈ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ തന്നെയാണ്. അതായത് FIAയുടെ കയ്യിൽ കുറച്ച് കൂടുതലുണ്ട്, പബ്ലിക്കിൻ്റെ കയ്യിൽ കുറവാണ്. പക്ഷേ ഇതിൻ്റെ ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ വളരെ വോളിയം കുറഞ്ഞ ചാർട്ടാണ്. ഓൾറെഡി ഒരു റാലി തന്നിട്ടുണ്ട്, പക്ഷെ ഇന്ന് ചെറുതായിട്ട് ഒരു 5% മാർക്കറ്റ് വീണിട്ടുണ്ട്. അപ്പോൾ ട്രേഡിംഗ് വ്യൂവിൽ നോക്കുമ്പോൾ ഇത് നമ്മൾ എന്തായാലും റിജക്റ്റ് ചെയ്യും. പക്ഷെ ഫണ്ടമെൻ്റലി ഇതിൽ പ്രത്യേകിച്ച് ഒരു നെഗറ്റീവ് പറയാനില്ല. കാരണം മാർക്കറ്റ് ക്യാപ്പൊക്കെ അത്യാവശ്യമുണ്ട്, P/E റേഷ്യോ കുറച്ച് കൂടുതലാണ്. പക്ഷേ ഡെപ്റ്റ് ഓൺ ഇക്വിറ്റിയൊക്കെ വളരെ കുറഞ്ഞ് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഫണ്ടമെന്റലി നമുക്ക് വേണമെങ്കിൽ ഒരു 50% ഇത് ആഡ് ഓൺ ചെയ്യാം. പക്ഷേ ടെക്നിക്കലി നോക്കുമ്പോൾ എന്തായാലും ഇത് കളയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് എടുക്കുന്നില്ല. ഇതുപോലെ തന്നെ ഡോംസ് ഇൻഡസ്ട്രീസ് നമ്മൾ സെലക്ട് ചെയ്തതാണ്. അത് ഞാൻ ഈ പറഞ്ഞത് വോളിയം കുറവായതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് നോക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന സ്വിങ്ങിന് വേണ്ടിയിട്ട് അത്യാവശ്യം ഞാൻ ഓൾറെഡി സോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റോക്കുകൾ ഒരെണ്ണം നമുക്കിവിടെ നോക്കാം. അതാണ് സിങ്ക ലോജിസ്റ്റിക്സ് സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുകയാണെങ്കിൽ 11,711 കോടിയാണ്. ജസ്റ്റ് 10,000 crore കഴിഞ്ഞ്, അതായത് ഒരു മിഡ് ക്യാപ്പിൽ നിന്ന് ജസ്റ്റ് ഒരു ലാർജ് ക്യാപ്പിലേക്ക് വന്നിട്ടുണ്ട്. സ്റ്റോക്ക് P/E 32 ആണ്. 25 വരെയാണ് ഓക്കെ, എന്നാലും 32 ഈസ് ഫൈൻ. ROC റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് 10%, റിട്ടേൺ ഓൺ ഇക്വിറ്റി 47% ആണ്. ഡെപ്റ്റ് ടു ഇക്വിറ്റി <1 ആണ്. അതും നമുക്കൊരു പോസിറ്റീവ് തന്നെയാണ്. ഇപ്പോൾ ഈ സിങ്കോവിറ്റ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത് ട്രക്ക് യൂബർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം കയറ്റി വിടണം, അപ്പോൾ ട്രക്ക് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലെങ്കിൽ ഈ ഒരു ഇതായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇവരുടെ ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. കണ്ടോ, അതായത് ഇവരുടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ആളുകൾ കൂടി വരികയാണ്. അതുപോലെ തന്നെ ഇവരെ ട്രാക്ക് ചെയ്യാൻ, അതുപോലെ ഇവരുടെ ആപ്പ് യൂസ് ചെയ്ത് ട്രക്കിൽ പെട്രോളൊക്കെ അടിക്കുമ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള പോയിന്റ്സ് കൂടും. അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. അങ്ങനെ കൂടുതൽ ബിസിനസ് കാര്യങ്ങളിലേക്ക് നമുക്ക് ഒരുപാട് പോകേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനുശേഷം ഈ ഒരു കമ്പനിയുടെ പ്രോസ് നോക്കുമ്പോൾ, അതായത് പോസിറ്റീവ്സ് നോക്കുമ്പോൾ കമ്പനി ഓൾമോസ്റ്റ് ഡെപ്റ്റ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഡെപ്റ്റ് ഫ്രീ ആയിട്ടുണ്ട്. അവരുടെ ഡെപ്റ്റൊക്കെ അവർ പെട്ടെന്ന് തീർക്കുന്നുണ്ട്. പിന്നെ കോൺസ് നോക്കുകയാണെങ്കിൽ 2 ഉണ്ട്, എന്നാലും അത് നമുക്ക് ചെറുതായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. സോ ഇങ്ങനെ ഒരുപാട് കോൺസ് അതിനകത്ത് വരുന്നില്ല. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് നോക്കിയാൽ രണ്ട് ആൾക്കാരുള്ളൂ. സിങ്ക ലോജിസ്റ്റിക്സും കെർനെക്സ് മൈക്രോസിസും ആണ് ഉള്ളത്. പിന്നെ ഇവിടെ ക്വാർട്ടർലി റിസൾട്ട് നോക്കുമ്പോൾ OPM പെർസെൻറ്റേജ് നോക്കുമ്പോൾ അത്യാവശ്യം നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് വന്ന ഒരു കൺസിസ്റ്റൻസി അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ ആ ഒരു കമ്പാരിറ്റീവ്ലി ഇവരുടെ സെയിൽസ് ഗ്രോത്ത് ഈ വർഷം അവർ 45% എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് അവരുടെ ലയബിലിറ്റീസ്, ക്യാഷ് ഫ്ലോ ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ ഒരു 27% ഉണ്ട്. FIAs ഇവരുടെ പെർസെൻറ്റേജ് ഈ ഒരു മാസം കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്, അത് തന്നെ ഒരു പോസിറ്റീവാണ്. DISും കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. പബ്ലിക്ക് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. 50% ഉണ്ടായിരുന്ന പബ്ലിക്കിൻ്റെ കയ്യിൽ ഇപ്പോൾ 38% മാത്രമാണുള്ളത്. പിന്നെ ഓൾറെഡി ഞാൻ ഇവരുടെ ഡോക്യുമെൻറ്റ്സിൽ PPT ഞാൻ ഇവിടെ കാണിച്ചു തന്നു. അപ്പോൾ ഈ ഒരു സിങ്ക ലോജിസ്റ്റിക്സ് നമുക്ക് ഫണ്ടമെൻ്റലി സോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യാനായിട്ട് ഏറ്റവും നന്നായിട്ട് നോക്കാൻ പറ്റുന്ന ഒന്നാണ് സ്ക്രീനർ എന്ന് പറയുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് സ്വിംഗ് ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു ഒരുപാട് ഇൻഡെപ്തായിട്ട് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സ്ക്രീനറിലിട്ട് കാര്യങ്ങളൊക്കെ നോക്കുക. വളരെ എന്താ പറയുക, വോളിയം കുറഞ്ഞ അല്ലെങ്കിൽ ലോ
മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്കൊക്കെ എടുത്ത് വെക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യും. അതിനുശേഷം വൺസ് ഇത് ഫണ്ടമെൻ്റലി ഓക്കെ ആണെങ്കിൽ നമ്മളിത് നേരെ ടെക്നിക്കൽ അനാലിസിസ് ആണ് ചെയ്യേണ്ടത്. ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാനായിട്ട് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചാർട്ട് പാറ്റേൺസ് ആണ് ടെക്നിക്കൽ അനാലിസിസിൽ നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചാർട്ട് പാറ്റേൺസ് എന്താണെന്ന് പഠിക്കണം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് ചാർട്ട് പാറ്റേൺസ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതല്ല, ഞാൻ ഈ ഒരു ഡീറ്റെയിൽസ് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്റ്റോക്ക് സ്ക്രീനർ ഉണ്ടാക്കണമെങ്കിൽ നമുക്കിവിടെ ക്രിയേറ്റ് ന്യൂ സ്ക്രീനർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ഈ സ്ക്രീനിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1000 crore മുകളിലുള്ളത്, അതായത് ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പും വരാൻ വേണ്ടിയിട്ടാണ്. സെയിൽസ് ഗ്രോത്ത് ഗ്രേറ്റർ ദാൻ 5%, പ്രോഫിറ്റ് ഗ്രോത്ത് ഗ്രേറ്റർ ദാൻ 10%, റിട്ടേൺ ഓൺ ഇക്വിറ്റി 15, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഗ്രേറ്റർ ദാൻ 15, ഡെപ്റ്റ് ഓൺ ഇക്വിറ്റി ലെസ് ദാൻ 1, പ്രൈസ് ടു ഏണിങ്ങും വോളിയോ പ്രൊമോട്ടർ ഹോൾഡിംഗ്, അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സ്ക്രീനർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്വയറി ഒന്ന് റൺ ചെയ്യാം. അപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് സോർട്ടായ കുറച്ച് സ്റ്റോക്കുകളാണ്. ഇതിൽ ഒരുപാട് സ്റ്റോക്സ് ഉണ്ട്. നിങ്ങൾക്ക് പിന്നെയും ഈ ഒരു ഇതിനകത്ത് വേണമെങ്കിൽ ഇത് മാറ്റി കൊടുത്ത് വേണമെങ്കിൽ ഒന്നുകൂടി റൺ ചെയ്യിപ്പിക്കാം. വേണമെങ്കിൽ വോളിയം 1 lakhന് പകരം 3 lakh കൊടുക്കാം. പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് 40ക്ക് പകരം നമുക്കൊരു 50 കൊടുക്കാം. അപ്പം അങ്ങനെ നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂട്ടി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിസ്റ്റ് ചെറുതായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് ഇത് മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വേണമെങ്കിൽ ഒരു 10,000 എബോവ് കൊടുത്ത് നോക്കാം. അപ്പോൾ വീണ്ടും ആ ഒരു എല്ലാത്തിലും എന്ത് കൊടുത്താലും ആദ്യം വരുന്നത് വാരി എനർജിയാണ്, റിന്യൂവബിൾ എനർജിയാണ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഈ ഒരു നമ്മുടെ ക്വയറി കൊടുത്തു കഴിഞ്ഞാൽ ഇത് റൺ ചെയ്ത് ഇതിൻ്റെ ലിസ്റ്റ് നമുക്ക് തരും. കണ്ട് ഇപ്പോൾ നമുക്ക് വെറും 14 സ്റ്റോക്കായിട്ട് ആ ലിസ്റ്റ് മാറിയിട്ടുണ്ട്. എന്നിട്ട് എഗെയിൻ ഈ സ്റ്റോക്ക് സ്ക്രീനറിൽ ഒന്നും കൂടി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. അങ്ങനെയാണ് സ്വിംഗ് ട്രേഡിങ്ങിന് ഫണ്ടമെൻ്റൽ അനാലിസിസ് ഞാൻ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ സ്ക്രീനർ .in യൂസ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സീരീസ് ചെയ്തപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് ഫണ്ടമെൻ്റൽ അനാലിസിസ് ഇതാണ്. ഇനി അടുത്തതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ അനാലിസിസ്. ചാർട്ട് പാറ്റേൺസ് വെച്ചിട്ടാണ് നമ്മൾ ടെക്നിക്കൽ ബ്രേക്ക് ഔട്ട്സ് കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ എൻട്രി എക്സിറ്റ് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും സേവ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് അറിയാമെങ്കിലും തീർച്ചയായിട്ടും ഇതിൽ അനാലിസിസ് മാത്രം ഷോർട്ട് ടൈം ട്രേഡ്സ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ കൂടുതലായിട്ട് കയറി വരുന്നത് ഈ പറഞ്ഞാൽ ഈ ഒരു GST കുറച്ചതുകൊണ്ട് കൊമേഴ്ഷ്യൽസ്, അതായത് FMCG സെക്ടേഴ്സ്, അതുപോലെ സിമെൻറ്റ് സെക്ടേഴ്സ്, ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് ചെറിയ ഒരു ഷോർട്ട് ടൈം ഹൈക്ക് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ പുതിയ എൻട്രീസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ പഠിക്കാതെ ഈ ഒരു സമയത്ത് നിങ്ങൾ സ്വിംഗ് ട്രേഡിങ്ങിൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പണി കിട്ടും. അതുപോലെ പ്രോപ്പറായിട്ട് റിസ്ക് റിവാർഡ് കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് നിങ്ങൾ എക്സിറ്റ് ചെയ്യുക. ആ ഒരു സ്റ്റോക്കായിട്ട് അറ്റാച്ച്മെൻറ്റ് കൊടുത്തിട്ട് അത് കയ്യിലെടുത്ത് വെക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വിംഗ് ട്രേഡിങ് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് പ്രോഫിറ്റബിൾ ആക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.